ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏട്ടാ, പൊൻകുന്നം സദാശിവൻ സാറാ, ആഭ്യന്തരമന്ത്രി. എടാ, നീ സ്റ്റേഷനിൽ തന്നെ ഇല്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടച്ചാ. അതിനകത്ത് നമുക്ക് അനുകൂലമുള്ള പോലീസുകാരും ഇല്ലേടാ മോനെ? ഉണ്ടായിട്ട് എന്ത് ഫലമാണച്ചാ? ഋതുവിനെ അറസ്റ്റ് ചെയ്തത് ആ ചൊറിയൻ എസ് ഐ അല്ലേ? അവനൊരു മുടയനാ, പണ്ടേ നമ്മുടെ ശത്രുവാ. എടാ, നമ്മൾ എന്ത് ചെയ്യൂടാ? അച്ഛൻ സമാധാനായിട്ടിരിക്കെ. ഞാൻ ഈ സ്റ്റേഷന്റെ പുറത്ത് കാവലില്ലേ. അങ്ങനെ അവർക്ക് നമ്മളെ തോപ്പിക്കാൻ പറ്റുമോ? ഞങ്ങളിവിടെ പത്മാവതി മാഡത്തിന്റെ വീട്ടിലാ, ഞാനും നിന്റെ അമ്മയും. ആണോ? മാഡം വലിയ കരച്ചില്ല. നിനക്കൊന്ന് സംസാരിക്കാമോ? ആ, ഞാൻ ഫോൺ മാഡത്തിന്റെ കൊടുക്കാം. മോനെ രാജു. അമ്മേ, മോള് ലോക്കപ്പിൽ തന്നെയാണോ രാജു? അമ്മ വിഷമിക്കാതെ. നമ്മളെ ചതിച്ചവരുടെ ആളുകളാ ഈ സ്റ്റേഷനിൽ മുഴുവൻ. അപ്പൊ അവർക്ക് അവരുടെ അജണ്ട നടപ്പാക്കണ്ടേ അമ്മേ? മോനെ, അമ്മയ്ക്ക് സഹിക്കുന്നില്ലടാ. അമ്മ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കാം. ഇതെല്ലാം ചെയ്തത് ഞാനാണെന്നും ജയനാഥേട്ടനെ കൊന്നത് ഞാനാണെന്നും പോലീസിനോട് പറയാം. അവരെന്നെ കൊണ്ടുപോയിട്ട് എന്റെ മോളെ പുറത്തു വിടുമല്ലോ. അതൊന്നും വേണ്ടമ്മേ. ഇനി അമ്മ വന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കില്ല. മോനെ, ഇത് അവരുടെ പ്ലാനമ്മേ. അവരുടെ പ്ലാൻ സക്സസ് ആവണമെങ്കിൽ ഋതുവിനെ അവർക്ക് വേണം. കുറ്റവാളി ഋതിക തന്നെ ആവണമെന്ന് നിർബന്ധമുള്ളത് പോലെയാ ഇവിടെ ചിലരുടെ പെരുമാറ്റം. മോനെ, സാഹചര്യങ്ങളും തെളിവുകളും ഒക്കെ ഇപ്പൊ ഋതുവിനെതിരായിരിക്കാം. അയ്യോ, എന്തോ ആയിക്കോട്ടെ, ഇതൊന്നും ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല. തോറ്റ് പിന്മാറുകയില്ല. എന്റെ ഋതികയെ ഞാൻ രക്ഷിക്കും. അതിനിപ്പോ എന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും അത് ചെയ്തിട്ട് രാജു ഇവിടെ നിറങ്ങോ? അമ്മ വിഷമിക്കാതിരിക്കാൻ അച്ഛനോടും അമ്മയോടും ഇതെന്നെ പറഞ്ഞേക്ക. ശരിയമ്മേ. എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കാനാവാൻ പറയുന്ന. എനിക്ക് ഒരു സമാധാനമില്ല എന്റെ ദൈവമേ. ഈശ്വര, ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ മകളെ കുറ്റക്കാരിയാക്കി പിടിച്ച് ലോക്കപ്പിലിട്ടിരിക്കുക. എന്റെ മകളെ അവിടെ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് രാഷ്ട്രീയ പ്രവർത്തകൻ, എന്ത് പൊതുജന സേവകൻ, എന്തിനെനിക്ക് ഈ മന്ത്രിക്കുപ്പായം? എന്റെ മോള് കുറ്റക്കാരിയായിരുന്നെങ്കിൽ എനിക്ക് ഈ കാര്യത്തിൽ ഒരു വിഷമവും തോന്നില്ലായിരുന്നു. ഇത് അവൾ ഒരാളെ കൊന്നത്രേ. അവൾക്കൊരു ജീവിയെ പോലും കൊല്ലാൻ പറ്റില്ലെന്ന് അവളെക്കാൾ നന്നായി എനിക്കറിയാം. എനിക്ക് തന്നെ എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ നാണം തോന്നുക. ഒരു സാധാരണ പൗരന് കിട്ടുന്ന നീതി പോലും ഒരു ഭരണാധികാരിയായി എനിക്കില്ല. ഞാനെന്താ ഗുണ്ടായുസവും മുട്ടാളന്മാരുടെ സ്വഭാവം കാണിക്കാഞ്ഞിട്ടാണോ? ഞാനിരിക്കുന്ന കസേരയുടെ പവിത്രത ഓർത്താ, അല്ലെങ്കിൽ ഞാനിതൊക്കെ ചെയ്തേനെ. എനിക്കിതൊന്നും അറിയാൻ പാടില്ല, ഞാനൊന്നുമല്ല. എന്തൊക്കെ പറഞ്ഞാലും
ഒരച്ഛനല്ലേ ഞാൻ. എന്റെ മകളുടെ കരച്ചിൽ കേട്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇപ്പൊ തോന്നുക എനിക്ക് ഈ അധികാരമൊന്നും വേണ്ടായിരുന്നെന്ന്. ഒരു സാധാരണക്കാരനായ മനുഷ്യനെ പോലെ എനിക്കൊന്ന് പൊട്ടിത്തെറിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഏട്ടാ ഏട്ടാ സമാധാനപ്പെടുക ഏട്ടാ. എന്ത് സമാധാനപ്പെടാനാ ശേഖര? ഋതു പോലീസ് ലോക്കപ്പിൽ കിടക്കുമ്പോ നിനക്ക് സമാധാനമുണ്ടോ? നിനക്ക് സമാധാനമുണ്ടോ യാമിനി? ഋതുമോൾക്ക് ഒന്നും പറ്റരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കല്ലാതെ എന്റെ മുന്നിൽ ഒരു വഴിയില്ല പ്രതാപേട്ട. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അത് ഞാനൊരു ഉറച്ച ദൈവവിശ്വാസി ആയതുകൊണ്ട് പറയാ, നമ്മുടെ ഋതുമോൾക്ക് ഒന്നും പറ്റില്ല. അവള് ഒരു കളങ്കമില്ലാത്ത കുട്ടിയാ. അവളെ ദൈവം കാത്തു രക്ഷിക്കും. അതുവരെ നമ്മൾ സഹിക്കുന്ന വേദനയില്ലേ യാമിനി? നമ്മളെയൊക്കെ കല്ലും മരവും കൊണ്ടാണോ സൃഷ്ടിച്ചിരിക്കുന്നത്? നമ്മളെല്ലാവരും പച്ച മനുഷ്യരല്ലേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഏട്ടാ പൊൻകുന്നം സദാശിവൻ സാറാ, ആഭ്യന്തരമന്ത്രി. നമ്മളുടെ ടെൻഷനിലാണെന്ന് എനിക്കറിയാം. അതാണ് വൈകിട്ടുള്ളൊരു മീറ്റിംഗ് മാറ്റിവെച്ച് നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഞാനും ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരിൽ ഒരാളല്ലേ സാറേ? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മകളെ ഒരു ചതിയിൽ കുരുക്കി പോലീസ് ലോക്കപ്പിലിട്ടിരിക്കുന്നു. സ്വന്തം മകളെ രക്ഷിക്കാനുള്ള പിടിപ്പ് പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ എനിക്ക് ഈ മന്ത്രിപദം? വർമ്മേ, തന്റെ പദവി തന്നെയാണ് ചിലരുടെ ലക്ഷ്യം. അതിനിപ്പോ കരുവായത് നിങ്ങളുടെ മകളാണ്. കരുവായതല്ല, കരുവാക്കിയത്. ഏതൊരു പൊളിറ്റീഷ്യനും നിറയെ ശത്രുക്കളുണ്ട്. അതെനിക്കറിയില്ലേ. തനിക്ക് കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രം. അകലേ നോവിനാലേ